ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ച് കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ അനുഭവിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ധ്യാനിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമിച്ച് കർത്താവിൻ്റെ മുമ്പാകെ ഏറെ വിനയത്തോടെ, ഭക്തിയോടും ഏറെ വിശ്വാസത്തോടും കൂടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് എൻ്റെ കർത്താവ് മറുപടി തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ, ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ മറുപടി ഉണ്ടെന്ന പൂർണ്ണമായ ബോധ്യത്തോടെ എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികളുമൊക്കെ മാറ്റുവാൻ ശക്തനായ ഒരു കർത്താവ് ഈ പരിശുദ്ധമായ ആലയത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ, പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയോ കുറവുള്ളവരും എത്രയോ ഏഴകളും പാപികളുമാണ് നമ്മളൊക്കെ. എങ്കിലും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പി ലേഖനം 4:13 ഇങ്ങനെ പറയുകയാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. 19 വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്കാവശ്യമുള്ളതൊക്കെ തരും. ഈ വിശ്വാസത്തിൽ, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്കൊക്കെ തരുമെന്നുള്ള വിശ്വാസത്തിൽ, നമ്മൾ മുൻപ് പാടിയ പാട്ടിൽ പറഞ്ഞതിനെ പോലെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മെ നടത്തുന്ന, മേച്ച് നമ്മെ ഭക്ഷിപ്പിച്ച് തൃപ്തരാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. തൻ്റെ വചനത്തെ നമുക്ക് നൽകി നമ്മെ സംതൃപ്തരാക്കുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ കരങ്ങളിൽ ഈ പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ കർത്താവേ, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാനെ, കഴിഞ്ഞ രാത്രികാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ആപത്തുകളോ അനർത്ഥങ്ങളോ ഒന്നും കൂടാതെ ദൈവമേ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ പരിശുദ്ധമായ ആലയത്തിൽ അങ്ങേ ആരാധിപ്പാൻ കൊണ്ടു നിർത്തിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ. കർത്താവെ, ജീവിത സാഹചര്യങ്ങളും ഞങ്ങളുടെ സമ്പാദ്യങ്ങളുമൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ചാർച്ചക്കാർ, ഞങ്ങളുടെ അയൽവക്കങ്ങളിൽ താമസിക്കുന്ന ജാതി മത വ്യത്യാസമില്ലാത്ത പ്രിയപ്പെട്ടവർ, കർത്താവെ, ഞങ്ങളുമായി ബന്ധത്തിലായിരിക്കുന്ന എല്ലാവരും, കർത്താവെ, നിന്റെ തിരുസന്നിധിയിൽ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് നിന്റെ തിരുസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനത്തിനുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ആ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവമായ കർത്താവെ, അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അഭിഷേകത്താൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നവൻ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവർക്ക് നല്ല കാലങ്ങളെയും അനുഗ്രഹ സമ്പൂർണമായ സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുക്കണമേ. കർത്താവയുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമേ. ദൈവമായ കർത്താവെ, തിരുസന്നിധിയിൽ ഇവരോരത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തണമേ. പ്രയാസവും പ്രതിസന്ധികളിൽ ഇരിക്കുന്ന കർത്താവെ, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ബലഹീനും പാപിയുമായ അടിയനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മക്കളോട് സംസാരിപ്പാൻ തമ്പുരാനെ അവിടുത്തെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവമേ, അരുതാത്തൊരു വാക്ക് പോലും വായിന്ന് പുറപ്പെടുവാൻ അനുവദിക്കാതെ, എന്നാലോ ഈ മക്കൾക്ക് ആവശ്യമായ സ്വർഗീയ സന്ദേശം അതിരത്തിലൂടെ നൽകുവാൻ തക്കവിധത്തിൽ ദൈവമേ അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കാലാവസ്ഥയൊക്കെ നമുക്ക് പ്രതികൂലമെങ്കിലും അനുകൂലമായൊരു കർത്താവ് നമുക്കുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും അല്ലേ, നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മ വഴി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഞാനൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ പറയുന്നത്: യേശു പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം,
ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെട്ടു, അവൻ മൂലം ദൈവം മഹിമപ്പെട്ടിരിക്കുന്നു. ദൈവം അവൻ മൂലം മഹിമപ്പെട്ടുവെങ്കിൽ ദൈവവും താൻ മൂലം അവനെ മഹിമപ്പെടുത്തും, അവനെ ഉടനെ തന്നെ മഹിമപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മളൊരു വചനമാണ് വായിച്ചു കേട്ടത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെട്ടു, അവൻ മൂലം ദൈവവും മഹിമപ്പെടും. പ്രിയമുള്ളവരെ, ഈ വാക്യം വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ വാക്യം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. എന്താണ് പശ്ചാത്തലം? അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ 3 പെസഹകൾ ആചരിച്ചതായിട്ട് സൂചനയുണ്ട്. 3 പെസഹ അല്ലെങ്കിൽ 3 വർഷക്കാലത്തെ പെസഹ യേശു തമ്പുരാൻ ആചരിച്ചതായിട്ട് സൂചനയുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 3-3.5 വർഷമോ ആയിരിക്കാം എന്നുള്ള ഒരു സൂചനയിലേക്ക്, എന്നുള്ള ഒരു ചിന്തയിലേക്ക് ദൈവശാസ്ത്രജ്ഞന്മാരും പിതാക്കന്മാരും ഒക്കെ എത്തിച്ചേർന്നത്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിലെ ആ അത്ഭുതത്തിന് ശേഷം നമ്മൾ വായിച്ചു പോകുമ്പോൾ അവിടെ യേശു തമ്പുരാൻ പെസഹ ആചരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് പറയുന്ന 6-ാമത്തെ അധ്യായത്തിലും യേശു തമ്പുരാൻ പെസഹ ആചരിച്ചതായിട്ട് സൂചനയുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നത് 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ പെസഹ ആചരിച്ചതായിട്ട് ഒരു സൂചന കൊടുക്കുമ്പോൾ, പിന്നീട് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അതിനെ തുടർന്നുള്ള ആ യേശു തമ്പുരാൻ്റെ പീഠാനുഭവവും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ആചരിക്കുന്ന പെസഹ എന്ന് പറയുന്നത് 3-ാമത്തെ പെസഹ. 13-ാം അധ്യായത്തിൽ പറയുന്ന അതേ പെസഹ തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്ന അധ്യായങ്ങളിലൊക്കെ സൂചനകളായി നൽകിപ്പോകുന്നത്. അപ്പോൾ 13-ാം അധ്യായത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അത് പിന്നീടുള്ള യേശു തമ്പുരാനെ കുറിച്ചുള്ള പിന്നീടുള്ള യോഹന്നാന്റെ ചിത്രീകരണത്തിലൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ചില സൂചനകൾ നൽകുന്നു. 13-ാം അധ്യായത്തിൽ അതിൻ്റെ 31-ാം വാക്യം നമ്മൾ വായിച്ചു: ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെട്ടു. എന്താ കാരണം എന്നറിയാമോ? തൊട്ട് മുൻപ് വായിച്ചു നോക്ക്. അവിടെ പറയും ഇങ്ങനെയാണ്, അതിൻ്റെ 21-ാമത്തെ വാക്യം: യേശു ഇവ പറഞ്ഞിട്ട് നെടുവേർപ്പെട്ടുകൊണ്ട് നിങ്ങളിൽ ഒരുവൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു. യേശു പറയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നെടുവേർപ്പെട്ടുകൊണ്ട് ഏറെ ഭാരത്തോടുകൂടെ ഏറെ വേദനയോടുകൂടെ യേശു ഒരു കാര്യം പങ്കുവെക്കുകയാണ് ശിഷ്യന്മാരുമായിട്ട്, ഇല്ലേ? തന്നോട് കൂടെ നടന്നവരാണ്, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നവർ, 3.5 വർഷക്കാലം തൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്നവർ, തൻ്റെ യാത്രകളിലും തൻ്റെ ശുശ്രൂഷകളിലുമൊക്കെ കർത്താവിന് ശക്തി നൽകിയവർ. ഇവരാണ് അപ്പോസ്തലന്മാർ 12 പേരും. അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് എന്താണ്? അവർ വീടും നാടും എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയവരാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അവർക്ക് സാധിച്ചു. കാരണം യേശുവിനെ പോലെ തന്നെ ഒന്നുമില്ലാത്തവരായി തന്നെയായിരുന്നു അവരുടെ ഈ വർഷക്കാലത്തെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുമ്പുരാൻ പറയുന്നത് ഇങ്ങനെയാണല്ലോ: മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്ക്കാൻ ഒരിടമില്ല. ആകാശത്തിലെ പറവകൾക്ക് ആകാശമുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഭൂമിയിൽ ഒരിടമില്ല. അപ്പോൾ ഒന്നുമില്ലാത്തവനായി എന്നാൽ എല്ലാം ഉള്ളവനായ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് ഈ അപ്പോസ്തലന്മാരോടാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചത്. ഹല്ലേലൂയ. എല്ലാം പങ്കുവെക്കുക. അങ്ങനെ പങ്കുവെക്കുന്ന ഒരു സമയത്ത് യേശു ഒരു കാര്യം പറയാണ്. എന്താ പറയുന്നത്? അവൻ വേദനയോടെ ഭാരത്തോടുകൂടെ ഏറെ ദുഃഖത്തോട് പറയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ സൂചനകളൊക്കെ ഉണ്ട്, അല്ലേ? അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാർക്കും പാർക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ചില സൂചനകളൊക്കെ നമുക്ക് പഴയ നിയമ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുന്നവൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കുമെന്ന് എവിടെയും സൂചനകളില്ല. ഉണ്ടോ? എവിടെ സൂചനകൾ? അപ്പോൾ യേശുവിനെ ഒറ്റക്കൊടുക്കുന്നവൻ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനാണ് എന്ന് യേശു മനസ്സിലാക്കി. പക്ഷേ പഴയ നിയമത്തിലൊന്നും ഒരു പ്രവചനമായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഇങ്ങനെ ഒരു സൂചന, ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ സൂചനയുണ്ട്. എന്താണ്? അവൻ അയ്യോ കഷ്ടം, അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്ന സൂചന വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ യേശുവിനെ പറയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റയ്ക്ക് കൊടുക്കും. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, അങ്ങേ ഒറ്റയ്ക്ക് കൊടുക്കുന്നവൻ ആരാണ്? അപ്പോൾ 12 പേരിൽ ഒരാളായിരിക്കുമെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. യേശു പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, എന്താണ്? ഞങ്ങളിൽ ആരോ ഒരാളാണ് ഞങ്ങളുടെ ഗുരുവിനെ ഒറ്റയ്ക്കൊടുക്കുന്നത്. അപ്പൊ യേശുവിനെ ഒറ്റയ്ക്കൊടുക്കുന്നവൻ ഈ 12 പേരിൽ ഒരുവനാണ് എന്ന് യേശു മനസ്സിലാക്കിയാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാർ മനസ്സിലാക്കിയാണ്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ചോദിച്ചു, കർത്താവേ, ഞങ്ങളിൽ ആരാണ് ഈ ഒരു പാതകം, ഈ ഒരു വലിയ കുറ്റം, ഈ ഒരു വലിയ അല്ലെങ്കിൽ അങ്ങേ ഒറ്റയ്ക്കൊടുക്കുന്ന ആരാണ്? അപ്പോൾ യേശുമ്പുരാൻ പറയാണ്, യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് തന്നോട് ചോദിപ്പാൻ ശിമോൻ കീപ്പ യോഹന്നാനോട് ആംഗ്യം കാണിച്ചു. അപ്പോൾ യേശുമ്പുരാൻ പറയാണ്, ഞാൻ ആർക്കാണോ അപ്പം മുക്കിക്കൊടുക്കുന്നത് അവൻ തന്നെയാകുന്നു എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. എന്താണ്? ഞാൻ ആർക്കാണോ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്, ആർക്കാ കൊടുക്കാൻ പോകുന്നത്? യൂദ ഇസ്കര്യോത്തേക്കാണ്. അന്ത്യത്താഴ് സമയത്തെ പെസഹായുടെ സൂചനയാണ് ഈ 13-ാം അധ്യായം എന്ന് പറയുന്നത്. അന്ത്യത്താഴ് സമയത്ത് അപ്പോസ്തലന്മാരെല്ലാവരും ഇരിക്കെ യേശു തമ്പുരാൻ അപ്പം എടുത്ത് ആദ്യം കൊടുക്കുന്ന ആർക്കാണ്? യൂദാസിനാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ യൂദയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. യൂദ ആര് തിരഞ്ഞെടുത്തതാ? യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്തതാണല്ലേ. മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം പറയുന്നുണ്ട്, അവൻ മലമേൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. മലമേൽ കയറുക എന്ന് പറയുന്നത് എന്താണ്? അത് ഉന്നതമായ ഒരു വിളിയാണ്, സ്വർഗീയമായ ഒരു വിളിയാണ് യേശുമ്പുരാൻ നടത്താനായിട്ട് പോകുന്നത്. സ്വർഗീയമായ ഒരു തിരഞ്ഞെടുപ്പാണ് യേശുമ്പുരാൻ നടത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് മലമേൽ കയറി എന്ന് പറയുന്നത് ഉന്നതമായ ഒരു വിളിയുടെ ഒരു തിരഞ്ഞെടുപ്പിന്റെ സൂചനയാണ് കാണുന്നത്. യേശുമ്പുരാൻ ബോധിച്ച കുറേ പേരെ വിളിച്ചു. 12 പേരൊന്നുമല്ല, ഒത്തിരി പേരെ വിളിച്ചു. അടുത്ത വാക്യം പറയണം, അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ 12 പേര് മാത്രമല്ല, കുറേ ആളുകളെ യേശു തമ്പുരാൻ വിളിച്ചിരുന്നു. ബോധിച്ചവരെല്ലാം വിളിച്ചു, അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പം സ്വർഗീയമായ ഒരു തിരഞ്ഞെടുപ്പാണ് യേശു നടത്തിയത്, അല്ലെങ്കിൽ ഒരു ഉന്നതമായ ഒരു തിരഞ്ഞെടുപ്പാണ് യേശു തമ്പുരാൻ നടത്തിയത്. പക്ഷേ അപ്പം നമ്മൾ ചോദിക്കും, യൂദായെ യേശു തമ്പുരാൻ തിരഞ്ഞെടുത്ത കൂട്ടത്തിലുണ്ട്. യൂദായും ഈ 12 പേരിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ യൂദയെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു തെറ്റായ തീരുമാനമായി പോയോ എന്ന് സ്വാഭാവികമായും നമ്മളൊക്കെ ചിന്തിക്കും. കാരണം എന്താണ്? അവൻ യേശു തമ്പുരാനെ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ്. യേശു തമ്പുരാനെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് യൂദായുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ഒരു ശരിയായ തിരഞ്ഞെടുപ്പല്ല എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്ക്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ തെറ്റിപ്പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നില്ലേ? സ്വാഭാവികമായിട്ടും ദൈവത്തിനറിയാം. പിന്നെയും എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ചോദിക്കും നമ്മൾ, അല്ലേ? ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചോദിക്കാനായിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്, എന്നറിയാമോ? ആദാമിനെ ഹവ്വയും തിരഞ്ഞെടുത്തിട്ട് ദൈവം അവർക്ക് പ്രത്യേകമായി കൊടുത്ത ഒരു അധികാരമുണ്ട്. നമുക്ക് എല്ലാവർക്കും ലഭിക്കപ്പെട്ട അധികാരമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ലഭിക്കപ്പെട്ട ഒരു അധികാരമുണ്ട്. എന്നറിയോ? സ്വയം തീരുമാനമെടുക്കാനുള്ള അധികാരം. ഇത് നമുക്ക് എല്ലാവർക്കും നിന്ന് ഫ്രീ ചോയ്സ് എന്ന് പറയും, ഇംഗ്ലീഷ് പറയാം ഫ്രീ ചോയ്സ്. തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ദൈവം തമ്പുരാൻ മനുഷ്യന് കൊടുത്തു എന്നുള്ളതാണ്. അത് സൃഷ്ടിയെ തന്നെ കൊടുത്തതാണ്. ഒരിക്കലും ദൈവം തിരിച്ചെടുക്കുന്നില്ല. ഏതാണ്? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും ദൈവം തമ്പുരാൻ തിരിച്ചെടുക്കുന്നില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിച്ചുകൂടെ? എല്ലാം നടപ്പിലാകണം നിർബന്ധമില്ല. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത് നടപ്പിലാകാൻ നിർബന്ധം. എന്നാൽ ചിലതൊക്കെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യും, ചിലതൊക്കെ നടപ്പിലാകാതെ പോയേക്കാം. അപ്പൊ ദൈവം കൊടുത്ത അധികാരമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ അധികാരം എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും, സ്ത്രീയാണെന്നോ പുരുഷനോ വ്യത്യാസമില്ലാതെ, കുട്ടികളെന്നോ പ്രായമുള്ളൊരു വ്യത്യാസമില്ലാതെ ഏത് കാര്യം തിരഞ്ഞെടുക്കാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീ ചോയ്സ് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പാണ് ശരിക്കും
ആദമിനെയും ഹവ്വയെയും പാപത്തിലേക്ക് നയിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ചുകൊണ്ട് അവരുടെ സ്വതന്ത്രാധികാരം വെച്ച് പിശാചിൻ്റെ കൽപ്പന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, പിശാചിൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഏതാണ് ദൈവിക തീരുമാനം മാറ്റിയിട്ട് പിശാചിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പാപത്തിന് അടിമപ്പെട്ടു പോയി. അവർ ഫലം തിന്ന് പാപികളായി തീർന്നു. ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ യേശുതമ്പുരാന്റെ തിരഞ്ഞെടുപ്പിന് യാതൊരു ദോഷവുമില്ല. യേശുതമ്പുരാൻ യൂദാസ്കറിയാത്തെ തിരഞ്ഞെടുപ്പിൽ യാതൊരു തെറ്റുമില്ല. സംഭവിച്ചത് എവിടെയാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് തെറ്റെന്ന് പറയുന്നു. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ എങ്ങനെയാകണമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ തീരുമാനിക്കണം. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതെല്ലാം നടപ്പിലാകണമെന്ന് നിർബന്ധമുള്ള കാര്യം. ഞാൻ ഉദാഹരണം പറയാം. ആരെങ്കിലും അല്ല, ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാനിങ്ങനെ ഒരു വാഹനം ഓടിച്ചു പോവുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ റോങ് സൈഡിലെ വണ്ടി ഓടിക്കും, എൻ്റെ ദൈവം കാത്തോളും. എന്ത് സംഭവിക്കും? ഞാൻ റോങ് ലെഗ് വണ്ടി ഓടിച്ചാൽ തീർച്ചയായിട്ടും വേറൊരു വണ്ടി വന്നിടിച്ച് അപകടങ്ങൾ ഉണ്ടാകാം. എൻ്റെ സ്വതന്ത്ര അധികാരമാണ്. പക്ഷേ അധികാരം ഉപയോഗിക്കുമ്പോൾ അതിന് സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കും. ലഭിച്ച അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു ചിന്ത കൂടി ദൈവം സ്വാതന്ത്ര്യം നൽകുമ്പോൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നൽകി ലഭിച്ച അധികാരത്തെ നീ വിനിയോഗിക്കേണ്ടത്? എങ്ങനെയാണ് നൽകി ലഭിച്ച അധികാരത്തെ നീ പ്രയോജനപ്പെടുത്തേണ്ടത്? പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ എൻ്റെ സൈഡ് കൃത്യമായിട്ട് നോക്കിപ്പോവും. വളവിലൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഓണടിച്ചുകൊണ്ടും ഗിയർ ഡൗൺ ചെയ്തുകൊണ്ടും ഞാൻ പോകേണ്ട ദിശയിലേക്ക് എൻ്റെ കണ്ണുകൾ കൃത്യമായി നോക്കിക്കൊണ്ട് ഇല്ലേ ഞാൻ മുൻപോട്ട് പോകും. അവിടെയാണ് എൻ്റെ സ്വാതന്ത്ര്യ അധികാരം എന്ന് പറയുന്നത്. അതാണ് അധികാരം എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കേണ്ട അധികാരമാണ് യഥാർത്ഥ അധികാരം എന്ന് പറയും. അതെങ്ങനെയായിരിക്കണം? എന്നെ സൃഷ്ടിച്ച കർത്താവ് എനിക്ക് നൽകിയ അധികാരമാണ് ഈ സ്വതന്ത്ര അധികാരം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്തരത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് ദൈവപദ്ധതി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലായി കാണും, ദൈവം ഇസ്കറിയത്ത് ആദാമിനെ സൃഷ്ടിച്ചത് തെറ്റില്ല. യേശുതമ്പുരാൻ ഇസ്കറിയത്ത് യോദാനെ തിരഞ്ഞെടുത്തതിലും തെറ്റില്ല. നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാണല്ലോ. അതായത് ഇസ്കറിയോത്ത് യോദാനെ ദൈവം ഒരു വലിയ കാര്യം കൂടി ഏൽപ്പിച്ചിരുന്നു. എന്താ? പുള്ളി യേശുതമ്പുരാന്റെ മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അല്ലേ? എന്താ പറയാ, ധനകാര്യം കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ഇസ്കറിയോത്ത് യൂദാ. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം യേശുമ്പുരാൻ, അപ്പോൾ നമ്മൾ ചോദിക്കും, യേശുമ്പുരാന് പടമൊക്കെ ഉണ്ടായിരുന്നോ ഇല്ലേ? പണസഞ്ചി യൂദായുടെ കയ്യിലാന്ന് പറയും. പണസഞ്ചി ഒത്തിരി ഒന്നും കാണത്തില്ല, സഞ്ചിയിലിടാനുള്ള ഉണ്ടായിട്ടുള്ളൂ. അത്രയൊക്കെ യേശുമ്പുരാനുള്ളൂ. ബാങ്കിലിടാനോ അല്ലെങ്കിൽ പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കുവാനോ അലമരയെ പൂട്ടി വെക്കുവാനോ ലോക്കൽ വെക്കാനോ ഒന്നും യേശുവിനുണ്ടായിരുന്നു. കുറച്ച് പൈസ കാണുമായിരിക്കും. ചിലപ്പോൾ നമുക്കറിയാലോ, ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സഹായിട്ട് വരുമ്പോൾ ചാറ്റി കൊടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അത് ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? യൂദായുടെ കയ്യിലാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഫിനാൻസ് കാര്യങ്ങളിൽ ഒരു വ്യക്തി സത്യസന്ധനാണെങ്കിൽ എല്ലാ കാര്യത്തിലും സത്യസന്ധനാവും. അതുകൊണ്ടാണ് യാക്കോബ് സ്ലീഹ പറയുന്നത്, എന്താ പറയുന്നത്? യാക്കോബ് സ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, അതെന്നറിയോ? എന്താ പറഞ്ഞു വെച്ചത്? ദ്രവ്യാഗ്രഹമല്ലോ സകല പാപങ്ങളുടെയും മൂലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂല കാരണം എന്ന് പറയുന്നത്. എല്ലാ പാപത്തിൻ്റെയും മൂല കാരണം ദ്രവ്യാഗ്രഹമാണ്. അപ്പോൾ ഇസ്കറിയോത്തെ യൂദായെ ഇത് ഏൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന് ദ്രവ്യാഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അല്ല പറയാൻ ശ്രമിക്കാം. അതിന് മുമ്പുള്ള കാര്യം പറയാം. ദ്രവ്യാഗ്രഹം പിന്നീടുണ്ടാകുന്ന കാര്യമാണ്. എന്താണ്? അതായത് വിശ്വസ്തയോടെ ഇത് ചെയ്യുമെന്ന് ആരാഗ്രഹിച്ചു? വിശ്വസിച്ചു. യേശുമ്പുരാൻ വിശ്വസിച്ചു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യേശു തമ്മിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹന്നാനെ അല്ല, മറിച്ച് ഇസ്കറിയോത്തെ യൂദയെ തന്നെയാണ്. എന്തെന്നറിയാമോ? അതുകൊണ്ടാണല്ലോ, വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഈ പണം അവനെ ഏൽപ്പിച്ചത് ഇല്ലേ? പണം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ അത്രമാത്രം യേശുമ്പുരാൻ വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ സംഭവിച്ചത് എന്താണ്? പിന്നീടുള്ള ഇസ്കറിയോത്തെ യൂദയുടെ ജീവിതത്തിൽ അവൻ എന്തിന് അധികാരപ്പെട്ടിരുന്നുവോ, അല്ലെങ്കിൽ യേശുമ്പുരാൻ എന്ത് അധികാരമാണ് അവന് കൊടുത്തത്, ആ അധികാരത്തെ അവൻ ദുർവിനിയോഗം ചെയ്യുകയാണ്. പണത്തെ സൂക്ഷിച്ചു വെക്കേണ്ടവൻ പണത്തെ യേശുവിനോട് ചോദിക്കാതെ പോലെയും മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ അമിതമായ ദ്രവ്യാഗ്രഹം ജീവിതത്തിൽ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീ വന്ന് ഇല്ലേ 300 അതിൻ്റെ വില പറയുന്നത് 300 ആണ്. 300
അത്രയും വിലമുള്ള സ്വച്ഛ ജഡമാംസി തൈലം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വില കൂടിയ തൈലമാണ് യേശുവിൻ്റെ കാൽക്കൽ ഒഴുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ആ സ്ത്രീ കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ അത് ഒഴിച്ച് കണ്ണുനീരുകൊണ്ട് കഴുകി, ഇല്ലേ, തലയിലൊഴിച്ച് അത് താഴേക്ക് ഒഴുകും. എന്നിട്ട് ഈ അഹ്റോൻ്റെ താടിയിൽ ഒഴുകുന്ന പോലെ എന്നുള്ള പരാമർശം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് യേശുവിൻ്റെ കാൽക്കലേക്ക് വരുന്നു. അവിടെ അവൾ എന്ത് ചെയ്യുന്നു? കണ്ണുനീരുകൊണ്ട് പാദം കഴുകുന്നു. എന്ന് പറഞ്ഞാൽ അത് പാദം കഴുകുക എന്ന് പറഞ്ഞാൽ അവളുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ അവൾ സ്വയം വിനയപ്പെടുകയാണ്. അതിന് കാരണമുണ്ട്, നമുക്കറിയാം, ഇല്ലേ? 3-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കും. അപ്പം യേശുമ്പുരാനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നതിനെയാണ്, യേശുമ്പുരാന്റെ കാൽ തകർക്കപ്പെടുമ്പോൾ പിശാചിന് തല തകർക്കപ്പെടും. പിശാച് മൂലമാണ് പാപം വന്നത്. അപ്പൊ യേശുമ്പുരാന്റെ പാദത്തിൽ നമ്മൾ അഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ആദാമെ പാപം മൂലം, പിശാചിന്റെ പ്രേരണ മൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ യേശു തമ്പുരാന്റെ കാൽപാദത്തിലാണ് തകർക്കപ്പെട്ടത്. എല്ലാ പാപങ്ങളും യേശുമ്പുരാന്റെ കാൽപാദത്തിൽ തകർക്കപ്പെട്ടു. എല്ലാ പൈശാചിക ശക്തികളും യേശുമ്പുരാന്റെ കാൽപീഠത്തിലാണ് തകർക്കപ്പെട്ടത്. അതുകൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ അഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തിയിൽ നിന്നുള്ള നമ്മുടെ രക്ഷപ്പെടലാണ്, അല്ലെങ്കിൽ അത് പാപത്തിൽ നിന്ന് മോചനമാണ്. അതോടെ നിൽക്കട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ യൂദാസ് കർത്താവ് പറയാണ്, ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ ഇതിൻ്റെ പൈസ കൊണ്ട്. അപ്പോൾ യേശുമ്പുരാൻ പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? ദരിദ്രന്മാർ എപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട്. ഇത് പറയാം, ദാരിദ്ര്യം ഒരിക്കലും ലോകത്ത് മാറ്റപ്പെടില്ല. ലോകമുള്ളിടത്തോളം കാലം ദാരിദ്ര്യം ഇങ്ങനെ നിലനിന്നേയിരിക്കും. അപ്പോൾ ദരിദ്രവും എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. എന്നിട്ട് യേശുമ്പുരാൻ പറയാണ്, ഇതെൻ്റെ അന്ത്യനാളുകളിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളുടെയും ത്യാഗത്തിൻ്റെയും ക്രൂശമരണത്തിൻ്റെയും പ്രതീകമായി, അല്ലെങ്കിൽ അന്ന് ഞാൻ അഭിഷേകം ചെയ്യപ്പെടുന്ന പകരമായിട്ട് അവൾ ഇന്ന് അഭിഷേകം എന്നെ ചെയ്തിരിക്കുക എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, തിരിച്ചു വരാം. ഇവിടെ പറഞ്ഞിങ്ങനെയാണ്, ഇസ്കറിയോത്ത യൂദായ ദൈവം, ഇല്ലേ, സാമ്പത്തിക കാര്യങ്ങൾ ഏൽപ്പിച്ചു. പക്ഷേ അവൻ ദൈവത്തിൽ നിന്ന് വിട്ടുപോയി. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ ഇസ്കറിയോത്ത യൂദായെ കുറിച്ച് യേശുമ്പുരാൻ പറഞ്ഞു, ഞാൻ ആർക്കാണോ അപ്പം മുക്കിക്കൊടുക്കുന്നത് അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യേശു തമ്പുരാൻ പിന്നെ നീ അപ്പത്തിൻ്റെ പിന്നാലെ സാത്താനും അവന് പ്രവേശിച്ചു. യൂദായ്ക്ക് അപ്പം കൊടുത്തു. അപ്പം സ്വീകരിച്ച ഉടനെ തന്നെ അപ്പത്തോടുകൂടെ ആര് കടന്നുള്ളിൽ? സാത്താനും പ്രവേശിച്ചു. നോക്ക്, നമ്മൾ ഈ ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് മാസ്, അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നില്ല. അവരുടെ പണി ഇത് തന്നെയാണ്, അല്ലേ? പൈശാചികമായ രീതിയിൽ യേശു തമ്പുരാന്റെ തിരുശരക്തങ്ങളെ അപമാനിക്കുക. ഞാനൊരിക്കൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. അതാണ് അവരുടെ ഒരു പ്രകൃതി എന്ന് പറയും. അവരുടെ എന്താ പറയുക, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയും. അത് ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്, അല്ലേ? ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്. കാരണം അപ്പം സ്വീകരിച്ചവൻ തന്നെ പിശാചിനെ സ്വീകരിക്കാം. ഓക്കെ, അപ്പം എന്ന് പറയുന്നത് ജീവന് വേണ്ടി നൽകപ്പെടുന്ന യേശുവിൻ്റെ ശരീരമാണ്, അല്ലേ? അപ്പം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ്, ജീവന് വേണ്ടി നൽകുന്നതാണ്. പക്ഷേ പിശാചിൻ്റെ ആവശ്യം എന്താണ്? ഇവനെ തകർത്ത് കളയുക എന്നുള്ളതാണ്, ഇല്ലേ? അപ്പം സ്വീകരിച്ചവനും തകർക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം സ്വീകരിച്ചവൻ്റെ ജീവിതത്തിലും പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വതന്ത്ര അധികാരം വിനിയോഗിക്കേണ്ടത്. നോക്ക്, അപ്പം സ്വീകരിച്ചു, പിശാചും അവൻ്റെ പിന്നാലെ കയറി. പിന്നെ യേശുവിനെ പറഞ്ഞ ശേഷം ഒരു കാര്യം കൂടി ഇങ്ങനെ പറഞ്ഞു വെക്കുക. ഇങ്ങനെ പറയാണ്, യഹൂദയാകട്ടെ, 30-ാമത്തെ വാക്യം, യഹൂദയാകട്ടെ അപ്പം സ്വീകരിച്ചിട്ട് ആ ക്ഷണം തന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ സമയം എത്രയാ? അപ്പോൾ സമയം രാത്രി സമയമായിരുന്നു. ഹല്ലേലൂയ. നോക്ക്, അപ്പം സ്വീകരിച്ച യഹൂദ ഇസ്കറിയാത്ത തൽക്ഷണം, അപ്പോൾ തന്നെ, തൽക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല, അവൻ പുറത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഗുരുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള പുറപ്പാടാണ്. വ്യക്തമായിട്ടും വേദോസ്തം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സമയം രാത്രിയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. 3-ാം അധ്യായം
യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 16 താഴേക്ക് വായിക്കുമ്പോൾ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാര്യം കാണുക. എന്താണ്? ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചത് തന്നെയാണ് ശിക്ഷാവിധി. ഇല്ലേ? ഇവിടെ വ്യക്തമാണല്ലോ. ഈ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇസ്കരിയോത്ത യൂദ എങ്ങോട്ടാ പോകുന്നത്? അന്ധകാരത്തിലേക്കാണ്, ഇരുട്ടിലേക്കുള്ള യാത്രയാണ്. അവൻ എവിടെയായിരുന്നു? അവൻ പ്രകാശത്തിലായിരുന്നു. ആരാ പ്രകാശം? യേശു ക്രിസ്തുവാകുന്ന പ്രകാശത്തിലായിരുന്നു ഇസ്കരിയോത്തയോ. ഈ സമയം വരെയും ഏതാണ്? ഈ അന്ത്യത്താഴ സമയത്ത് അപ്പമെടുത്ത് യേശു തമ്പുരാൻ യൂദാക്കി കൊടുക്കുന്ന ആ സമയം വരെയും ഈ ഇസ്കരിയോത്ത യൂദ പ്രകാശത്തിന് പുത്രനായി, പ്രകാശത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി, പ്രകാശിക്കുന്ന 12 പേരിൽ ഒരുവനായി, ലോകത്ത് പ്രകാശിക്കേണ്ടവനായി, അനേക ആയിരങ്ങൾക്ക് പ്രകാശമായി മാറേണ്ടവനായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ഇല്ലേ? യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത ആ നിമിഷം തൊട്ട് പിന്നെയോ യേശു ക്രിസ്തു അവന് അപ്പമെടുത്ത് വാഴ്ത്തി അവൻ്റെ കയ്യിൽ ആദ്യം വെച്ചു കൊടുത്ത സമയം വരെയും അവൻ പ്രകാശത്തിലായിരുന്നു. അതിനുശേഷം അവൻ അന്ധകാരത്തിലേക്ക് പോവുകയാണ്, ശിക്ഷാവധി ഏറ്റുവാങ്ങുവാൻ. ഇല്ലേ? അതാ യോഹന്നാൻ പറഞ്ഞു വെച്ചത്. ശിക്ഷാവധി എന്നതോ ഇല്ലേ? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാളധികം അന്ധകാരത്തെ സ്നേഹിച്ചു. ഇസ്കരിയോത്ത യൂദ പ്രകാശത്തെ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് സൂചന കൊടുക്കുന്നത് ആ സമയം രാത്രി സമയമായിരുന്നു. നമുക്കെല്ലാവർക്കും പെസഹ സാധാരണ രാത്രി സമയത്ത് ആചരിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഇതേ കാരണം തന്നെയാണ്. അതായത് പ്രകാശത്തിൽ വസിക്കേണ്ട ഇസ്കരിയോത്ത യൂദ, ആയിരിക്കേണ്ട ഇസ്കരിയോത്ത യൂദ പ്രകാശത്തെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയി? അന്ധകാരത്തിലേക്ക് പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വാക്യം വായിക്കുമ്പോൾ, ഈ സംഭവം നടക്കുമ്പോൾ ഒരു സൂചന കൂടി നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ഇല്ലേ? അതായത് യേശു തമ്പുരാന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ 2 പേര് യേശുവിനെ ഒരാൾ ഒറ്റുകൊടുക്കുകയും ഒരാൾ തള്ളിപ്പറയുകയും ചെയ്തു. ബാക്കി 10 പേരെ കുറിച്ച് വലിയ സൂചനകളൊന്നും നമ്മൾ കാണുന്നില്ല. തോമസ് ശ്ലീഹായെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹം യേശുവിനെ ഏറ്റുപറയുകയും ചെയ്തു. വരിക നമുക്ക് അവനോടുകൂടെ മരിക്കാം, യോഹന്നാൻ 11. പിന്നെയോ 21-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്ന തോമസ് ശ്ലീഹയെ കാണാൻ സാധിക്കും. എന്നാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരാളുണ്ട്, പത്രോസ് ശ്ലീഹ. ഇല്ലേ? പത്രോസ് ശ്ലീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യൂദാസ് ശ്ലീഹ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഈ നോക്ക്, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം, അതിന് മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷത്തിൽ അതിനു മുമ്പ് അത് യൂദായെക്കുറിച്ച് പറയുന്നു. നമുക്ക് ആദ്യം പത്രോസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് യൂദായെക്കുറിച്ച് വീണ്ടും തിരിച്ചു വരാം. അവിടെ പറഞ്ഞിങ്ങനെയാണ്, യേശു തമ്പുരാൻ പിടിക്കപ്പെട്ടിട്ട് യേശു തമ്പുരാൻ ഇങ്ങനെ പിടിക്കപ്പെട്ടവരോടുകൂടെ യേശു തമ്പുരാൻ പോവുകയാണ്. അപ്പോൾ പത്രോസ് ശ്ലീഹ ദൂരെ മാറി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശു തമ്പുരാൻ ഒരു കാര്യം നേരത്തെ മുൻകൂട്ടി പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞത്? ഇന്ന് ഈ രാത്രി അല്ലെങ്കിൽ ഈ വെളുപ്പിന്, അല്ലേ, വെളുപ്പിന് കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഇത് പത്രോസ് ശ്ലീഹായോട് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്. പത്രോസിന്റെ മനസ്സിൽ ഇതുണ്ട്. പക്ഷേ ഒരു നിമിഷം പത്രോസ് ശ്ലീഹ ഇത് മറന്നുപോയി. കാരണം എന്നറിയാമോ? പത്രോസ് യേശുവിൻ എന്നുള്ള ചിന്ത മാറിയിട്ട് സ്വന്തം രക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പത്രോസ് ശ്ലീഹായും പിടിച്ചുകൊണ്ട് പോയേക്കാം. തനിക്കും യേശുക്രിസ്തുവിനെ പോലെ ഒരു മരണം സ്വീകരിക്കേണ്ടി വന്നേക്കാം. തൻ്റെ ജീവിതം പെട്ടെന്ന് തീർന്നു പോയേക്കാം എന്നുള്ള ചിന്തയിൽ നിന്ന് പെട്ടെന്ന് യേശു എന്ന നിത്യജീവനെക്കുറിച്ച് മറന്നുപോയിട്ട് സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിച്ചു പത്രോസ് ശ്ലീഹ. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഞാനൊന്ന് വ്യാഖ്യാനിക്കുന്നില്ല. പത്രോസ് ശ്ലീഹ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 61-ാമത്തെ നമുക്ക് പറയാണ്, യേശു തിരിഞ്ഞു കീപ്പായെ സൂക്ഷിച്ചു നോക്കി. യേശു തിരിഞ്ഞ് കീപ്പായെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ യേശു തമ്പുരാൻ ഇങ്ങനെ നടന്നു പോകുന്നതും പത്രോസ് ശ്ലീഹ മാറി നിൽക്കുന്നതും തമ്മിൽ അധിക ദൂര വ്യത്യാസമില്ല.
2 പ്രാവശ്യം കോഴി കൂകിക്കഴിഞ്ഞപ്പോൾ, 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ പത്രോസിനെ സൂക്ഷിച്ചു നോക്കി. അടുത്ത വാക്യം പറയാണ്, കർത്താവ് അവനോട് പറഞ്ഞ ആ കാര്യം അവൻ ഓർത്തു. ശമോൻ പുറത്തിറങ്ങിപ്പോയി അതിവേദനയോടെ കരഞ്ഞു. അതിവേദനയോടെ കരഞ്ഞു. ഒരു മാനസാന്തരം പത്രോസിന്റെ ജീവിതത്തിൽ അവിടെ വെച്ച് സംഭവിക്കുക. ഇതുവരെയും യേശു വരാൻ പറഞ്ഞ വചനങ്ങളൊന്നും വ്യക്തിപരമായി അവനെ സ്വാധീനിച്ചിട്ടില്ല. ഇതാണ് സത്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ നമ്മൾ ഒരുപാട് വേദവാക്യങ്ങളും ഒരുപാട് പ്രസംഗങ്ങളും, പക്ഷേ വ്യക്തിപരമായി നമ്മളെ ഈ വചനങ്ങളൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് എന്നാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. വ്യക്തിപരമായി ഓരോ വചനങ്ങളും നമ്മളെ സ്വാധീനിക്കണം. കേൾക്കുന്ന വചനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടണം. ഇല്ലേ? ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതെന്നറിയോ, അത് ഇസ്കരിയോത്തെ യൂദയുടെ കാര്യമല്ല, എൻ്റെ കാര്യമല്ലല്ലോ. നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കാം? അത് ഇസ്കരിയോത്തിന്റെ കാര്യമല്ലേ, അത് പത്രോസ്ലീഹയുടെ കാര്യമല്ല. അല്ല, ഞാൻ പറയുന്നത് ഇസ്കരിയോത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പത്രോസ്ലീഹയുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വചനങ്ങളും സംസാരിക്കുന്നത് നമ്മളോടാണ്. ഓരോ വചനങ്ങളും പറയുന്നത് നമ്മളെക്കുറിച്ചാണ്. നമ്മൾ ചില ആളുകളെ സൂചനകളായി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, പ്രതീകങ്ങളായി. അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ ചില ആളുകളെ എടുത്തുകൊണ്ട് ഉദാഹരണങ്ങളായി നമ്മൾ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ വചനങ്ങളും അത് നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വചനം, അതായത് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പത്രോസ്ലീഹയുടെ യേശുപുരാൻ പറഞ്ഞ വചനം, അത് വ്യക്തിപരമായി പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അതുവരെയും പറഞ്ഞ പ്രസംഗങ്ങൾ അവർക്ക് മനസ്സിലായില്ല. ആർക്കും മനസ്സിലായി, അപ്പോസ്തലന്മാർക്ക് ആർക്കും മനസ്സിലായില്ല. അവർ കേട്ടു, ആളുകളെ പോലെ മടങ്ങിപ്പോകുന്നു. ചിലപ്പോഴൊക്കെ സാക്ഷ്യം പറയാറുണ്ട്, ഇല്ലേ? പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തുവാണ് എന്നൊക്കെ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിലും തൊട്ട് ചേർന്ന് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഇല്ലേ? എന്താ പറയുന്നത്? നിനക്കത് സംഭവിക്കരുത്. അപ്പോൾ യേശു വിളിക്കുകയാണ്, സാത്താനെ നീ എൻ്റെ പിന്നിൽ പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വാക്യങ്ങളൊന്നും ഉള്ളിൽ തട്ടുന്നില്ല അപ്പോസ്തലന്മാർ. പക്ഷേ പത്രോസിന്റെ ഉള്ളിൽ ഈ വചനം ആഴ്ന്നിറങ്ങി. ഒറ്റ നോട്ടം യേശു ഒന്നേ നോക്കിയുള്ളൂ, അല്ലേ? അവനെ സൂക്ഷിച്ചു നോക്കി. പത്രോസ് പുറത്തു പോയി അതിവേദനയോടെ കരഞ്ഞു. നോക്ക്, അതിനു മുമ്പ് പത്രോസ് കരഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. പാപിയാന്നൊക്കെ വിളിച്ചു പറഞ്ഞു യേശു, ഞാൻ പാപിയാണ് കർത്താവ്, ഞാൻ പാപിയാണ് കർത്താവ് എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷേ അതിവേദനയോടെ പത്രോസ് കരയുക. എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം സംഭവിച്ചു. ഇനി കർത്താവല്ലാതെ എൻ്റെ ജീവിതത്തിൽ ആരും വേണ്ട. കർത്താവല്ലാതെ ഇനി എൻ്റെ ജീവിതത്തിൽ ആരും വേണ്ട. അതുകൊണ്ട് കർത്താവിൻ്റെ പാദത്തെ ചുംബിച്ച് ഞാൻ മരിക്കുമെന്നൊരു തീരുമാനമെടുത്ത് പത്രോസ്ലീഹ മരിക്കുന്നത് യേശുപുരാന്റെ പാദത്തെ ചുംബിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാദത്തെ ചുംബിച്ച് എല്ലാ പാപങ്ങളും ആ കാൽപീഠത്തിൽ പറഞ്ഞു 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 സമർപ്പിച്ച് പത്രോസ്ലീഹ യേശുവിനോട് മാപ്പ് പറഞ്ഞാണ് ഈ ലോകം വിട്ടുപോയത്. ഇതാണ് സത്യമെന്ന് പറയുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ പത്രോസ്ലീഹ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ മാനസാന്തരത്തിന് അനുഭവിക്ക് വന്നു. യേശു തമ്പുരാൻ പത്രോസ്ലീഹയും തമ്മിൽ അധിക ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. പത്രോസിന് യേശുവിനെയും യേശുവിന് പത്രോസിനെ കാണാമായിരുന്നു. പക്ഷേ വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ് ഇസ്കരിയോത്തിന്റെ ചരിത്രത്തിലേക്ക്. എന്താ ഇസ്കരിയോത്തിനെ കുറിച്ച് പറയുന്നത്? ഒറ്റിക്കൊടുത്ത യഹൂദ അപ്പോൾ യേശു ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ അവന് പശ്ചാത്താപമുണ്ടായിട്ട് അവൻ പോയി പ്രധാനമായ അടുക്കലേക്ക് പോയി. നോക്ക്, മത്തായി ശ്രീ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നറിയോ? ആർക്ക് പശ്ചാത്താപമുണ്ടായി? യഹൂദ ഇസ്കരിയോത്തായ്ക്കും പശ്ചാത്താപമുണ്ടായി. അവൻ കരഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. കരഞ്ഞതായിട്ട് രേഖപ്പെടുത്തി. പശ്ചാത്താപമുണ്ട്. അവൻ യേശുവിന്റെ അടുക്കലേക്ക് അല്ല ഓടിയത്. എങ്ങോട്ട് ഓടിയത്? ആർക്കാണോ ഒറ്റ കൊടുത്തത് അവരുടെ അടുക്കലേക്ക് നോക്കി പോകുന്ന പോക്ക് ശ്രദ്ധിക്കണം. അതായത് പാപമോചനം നൽകാൻ അധികാരമുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടേണ്ട ഇസ്കരിയോത്ത യൂദ ഓടിയത് എവിടേക്കാണ്? ആർക്കാണോ താൻ യേശുവിനെ ഒറ്റക്കൊടുത്തത് അവരുടെ അടുക്കലേക്കാണ്.
സ്വാതന്ത്ര്യാധികാരം മനുഷ്യനുണ്ടല്ലോ, ദൈവം കൊടുത്ത അധികാരമാണല്ലോ. സ്വതന്ത്ര അധികാരത്തോടെ ഇസ്കറിയാത്ത യൂദ ഒരു കാര്യം ചെയ്താൽ മതി, ഇല്ലേ? എനിക്ക് തെറ്റുപറ്റിപ്പോ എൻ്റെ കർത്താവിനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നിരുന്നെങ്കിൽ, നമ്മൾ ചിന്തിക്കണം, ഓടി വന്നിരുന്നെങ്കിൽ യേശു തമ്പുരാൻ തീർച്ചയായിട്ടും അവനോട് ക്ഷമിച്ചേനെ. ഇത് സത്യമായ കാര്യമാണ്. കാരണം പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദപീഠത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് പാപമോചനം കൊടുത്തൊരു കർത്താവുണ്ട്. യേശു ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഈ ഏവൻഗേലിയോൻ വായിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാകും. എന്താണ്? മനുഷ്യപുത്രനെതിരായി പറയുന്ന ഏത് ദൂഷണവും ക്ഷമിക്കപ്പെടും, പക്ഷേ പരിശുദ്ധാത്മാവിരുദ്ധമായ ഒരു പാപം ക്ഷമിക്കപ്പെടില്ല. എന്താ പരിശുദ്ധാത്മാവിരുദ്ധമായ പാപം എന്ന് പറയുന്നത്? അത് യേശു തമ്പുരാൻ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവുടെ തീരുമാനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് അവൻ ദൈവമാണെന്ന് ഏറ്റുപറയുക. മറിച്ച് യൂദാസ്ക്രിയ ചെയ്ത കാര്യം എന്താണെന്നറിയോ? അവൻ താൻ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്, തമ്പുരാന് തൻ്റെ ഗുരുവിന് ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്, അവരുടെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു. ആരോടെ തെറ്റ് ചെയ്തെന്ന് പറയേണ്ടത്? മഹാപുരോഹിതന് അടുക്കലാണോ? അല്ല, മഹാപുരോഹിതന് അടുക്കലല്ല. ഞാൻ പറഞ്ഞ അന്നത്തെ മഹാപുരോഹിതന്മാരെ കുറിച്ചാട്ടോ. ഇന്നത്തെ മഹാപുരോഹിതന്മാരുടെയും അച്ഛന്മാരുടെ അടുക്ക് നമ്മൾ പോയി പാവം പറയണം. കാരണം യേശു തമ്പുരാന്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങളൊക്കെ ഈ വേഷമൊക്കെ ധരിച്ച് ഇവിടെ നിൽക്കുന്നത്. അന്ന് യേശു തമ്പുരാൻ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് യേശു തമ്പുരാൻ നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്ത് യേശു തമ്പുരാനുണ്ട്. അപ്പൊ ആരുടെ അടുക്കലേക്ക് പോകണം? യേശുവിൻ്റെ അടുക്കലേക്ക് പോകണം. ഇസ്കറിയോത്ത് പോയി പറയാണ്, ഞാൻ കുറ്റമില്ലാത്ത എൻ്റെ ഗുരുവിനെ കുറ്റമില്ലാത്ത യേശുവിനെ ഞാൻ ഒറ്റിക്കൊടുത്തു, ഞാൻ പാപം ചെയ്തു പോയി. അവിടെ പറഞ്ഞിട്ട് പല പാപമോചനം കിട്ടുമോ? അവിടെ പോയിട്ട് ഒരു പാപമോചനം കിട്ടില്ല. അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നമ്മുടെ ഒരു അച്ഛൻ ഇവിടെ വന്ന് നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ അച്ഛൻ പറയും, മക്കളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, വേദപുസ്തകം വായിക്കണം, ഇല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇനി പാപം ചെയ്യരുത്. അവിടെ ഇസ്കറിയോത്ത് ചെന്ന് പുരോഹിതൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? നിന്റെ കാര്യം നീ നോക്കിക്കോ, ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം. ഇതാണ് പറയേണ്ട ഒരു പുരോഹിതൻ. അല്ല, പുരോഹിതൻ പറയേണ്ടത് അങ്ങനെയല്ല. പുരോഹിതൻ അങ്ങനെയല്ല പറയേണ്ടത്. പക്ഷേ ഇസ്കറിയാത്ത യൂദയുടെ പുരോഹിതൻ പറഞ്ഞ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നുമില്ല, നിന്റെ കാര്യം നീ നോക്കിക്കോ. പക്ഷേ യേശു തമ്പുരാന്റെ അടുക്കലാ ചെന്നതെങ്കിൽ യേശു തമ്പുരാൻ പറയും, മകനെ നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ നോക്കേണ്ട കാര്യമില്ല, അല്ലേ? വലത്തുഭാഗത്തെ കള്ളനോട് യേശു പറഞ്ഞു, നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും, ഇല്ലേ? നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇവരെന്നെ ക്രൂശിച്ചോട്ടെ, നീ ഈ ക്രൂശിക്കടന്ന് നീ മരിച്ചോട്ടെ, പക്ഷെ നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. അവസാന നിമിഷത്തിൽ, ഞാൻ പറയുന്നത് അവസാന നിമിഷത്തിൽ യേശു തമ്പുരാൻ ഏറ്റുപറഞ്ഞ കള്ളനെ യേശു തമ്പുരാൻ സ്വീകരിച്ചെങ്കിൽ ഇസ്കറിയോത്ത് യൂദ അവിടെ ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ യേശു തമ്പുരാൻ അവനോട് ക്ഷമിക്കുമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഇസ്കറിയോത്ത് യൂദ നേരെ യേശുവിനെ യേശുവിന് പകരമായി വാങ്ങിയ പണം ദേവാലയത്തിൽ എറിഞ്ഞിട്ട് പോയി, അല്ലേ? ദേവാലയത്തിൽ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞു. പുരോഹിതന്മാർ പറഞ്ഞു, ഇത് ദൈവത്തിനുള്ളതല്ല, ഇത് ഭണ്ഡാരപ്പെട്ടിയിലിടാൻ കൊള്ളില്ല. നോക്ക്, രക്തത്തിന്റെ വിലയായതുകൊണ്ട് ഇത് ഭണ്ഡാരപ്പെട്ടിയിലിടാൻ പറ്റില്ല. യേശുവിന്റെ വിലയാത്, യേശുവിന്റെ വില. പുരോഹിതൻ പറയാണ്, ഇത് ഭണ്ഡാരത്തിലിടാൻ പറ്റില്ല. യൂദ പറഞ്ഞു, ഇത് ആരുടെ വിലയാണ്? യേശുവിന്റെ വിലയാണ്. യേശുവിന്റെ വില അത്രയേ ഉള്ളൂ. 30 വെള്ളിക്കാശാണ് യേശുവിന്റെ വില, ഇല്ലേ? ഈ ലോകത്തെ മുഴുവൻ നമ്മൾ എത്ര രൂപ കൊണ്ട് ഗുണിച്ചാലും ഹരിച്ചാലും അതിനെല്ലാം അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ, ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കെന്താ പറയാ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം എത്രയോ കോടിക്കണക്കിന് 10 മടങ്ങ് വിലയുള്ളതാണ് നമ്മുടെ പൊന്നു തമ്പുരാന്റെ വിലയെന്ന് പറയുന്നത്. നമുക്കാർക്കും യേശു തമ്പുരാന്റെ വിലയ്ക്ക് മൂല്യമിടാൻ പറ്റില്ല. യേശു തമ്പുരാന്റെ ജീവിതത്തിന് വിലയിടാൻ പറ്റില്ല. യേശു തമ്പുരാന്റെ ജീവന് നമുക്കാർക്കും ഒരു മൂല്യം കൽപ്പിക്കാനായിട്ട് പറ്റില്ല. യൂദാസ്കറിയോത്ത് ഏറ്റത് 30 വെള്ളിക്കാശാണ്. ആ ദേവാലയത്തിൽ കൊണ്ടിട്ട് പറഞ്ഞു, ഇത് വേണ്ട, ഇവിടെ ദൈവത്തിന് ഇത് ആവശ്യമില്ല. നോക്ക്, അവസാനത്തെ സമർപ്പണം പോലും വേണ്ടെന്ന് പറയുക. ആരുടേത്? ഇസ്കറിയോത്ത് യൂദയുടെ അവസാന സമർപ്പണം പോലും വേണ്ടെന്ന് പറഞ്ഞു. കാരണമുണ്ട്, അത് യേശുവിൻ്റെ വിലയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് ഇദ്ദേഹം ചെയ്ത പണി എന്താണ്? ഇവൻ പോയി കെട്ട് ഞാണ് ചത്തു. ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് ഇവൻ വന്നിരുന്നെങ്കിൽ ഇവനൊരു മരണം, അല്ലേ, സാധ്യമാകുമായിരുന്നില്ല. ഇവൻ മരിക്കേണ്ടി വരില്ലായിരുന്നു.
ഇവൻ മരിക്കാൻ കാരണം എന്താണ്? യേശുമ്പരാന്റെ പിന്നാലെ പോയില്ല, യേശുമ്പരാന്റെ അടുക്കലേക്ക് ഓടിയില്ല. മറിച്ച് തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചെങ്കിലും കരയുവാൻ പോലും മനസ്സാകാതെ ഇവൻ എവിടെയാണോ യേശുവിനെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് അവിടെ അടുക്കലേക്ക് ഓടിയിട്ട് അവിടെ അവർക്ക് അവിടെ മുമ്പാകെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു സൂചന കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, പത്രോസ് ശ്ലീഹ യേശുവിനെ നോക്കി അതിവേദനയോടെ കരഞ്ഞു. കാരണം പത്രോസിൻ്റെ അടുക്കൽ അല്പം ദൂരമല്ലാത്ത സ്ഥലത്ത് യേശു തമ്പുരാൻ ഉണ്ടായിരുന്നു. ഇസ്കര്യാത്തെ യൂദയിൽ നിന്ന് എത്രയോ അകലമായിരുന്നു യേശു തമ്പുരാൻ, അല്ലേ? എത്രയോ ദൂരമായിരുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ യേശുവിനെ കാണാൻ പറ്റിയത്? യേശു തമ്പുരാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പത്രോസ് ശ്ലീഹായും പ്രകാശമുണ്ട്. പക്ഷേ ഒരു നിമിഷം ഇല്ലേ, ഏതെല്ലോ ചിന്തകൾ കൊണ്ട്, ഏതെങ്കിലും തൻ്റെ ജീവിതത്തിലെ ഭൗതികമായ ചിന്തകൾ കൊണ്ട് യേശുവിനെ അല്പം മറച്ചു വെച്ചെങ്കിലും കണ്ണുനീര് കൊണ്ട് ആ മറവായതിനെല്ലാം കഴുകിക്കളഞ്ഞപ്പോൾ ആർക്ക് യേശുവിനെ കാണാൻ പറ്റി? പത്രോസ് യേശുവിനെ കാണാനായിട്ട് പറ്റി. പക്ഷേ ഇസ്കര്യാത്തെ യൂദയിൽ നിന്ന് എത്രയോ അകലമായിരുന്നു യേശു തമ്പുരാൻ. അവൻ ഇരുട്ടത്തേക്ക് ഓടിപ്പോയി, രാത്രിയുടെ യാമങ്ങളിലേക്ക് അവൻ ഓടിപ്പോയി, രാത്രിയിലേക്ക് ഓടിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇരുട്ടിലേക്ക് ഓടേണ്ടവനല്ല, പ്രകാശത്തിലേക്ക് വരേണ്ടവനാണ് യൂദാസ് ഇസ്കറിയോത്ത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. നിക്കോദിമോസിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നു 3-ാം അധ്യായത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. നിക്കോദിമോസ് എപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? എപ്പോഴാണ് വരുന്നത്? രാത്രിയിൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. നോക്ക്, അവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരികയാണ്. പ്രകാശത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിക്കോദിമോസ് ചില കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ദൈവം തന്നോട് കൂടെ ഉള്ളവനല്ലാതെ ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആർക്കും സാധിക്കില്ല. ആർക്കും മനസ്സിലായി? ഇത് ദൈവം കൂടെയുള്ളവൻ, ദൈവമായിരിക്കുന്നവനാണ് ഇവനെന്ന് നിക്കോദിമോസിന് മനസ്സിലായി. കാരണം എന്താണ്? അവൻ രാത്രിയിൽ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നു, യേശുമ്പരാന്റെ അടുക്കിലേക്ക്. അപ്പൊ യേശുമ്പരൻ ചില മറുപടികൾ കൊടുക്കുകയാണ്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നിക്കോദിമോസ് തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ പോയിട്ടുണ്ടാകും, അല്ലേ? യേശുമ്പരാന്റെ ഒരു എന്താ പറയാ, രഹസ്യ ശിഷ്യനായിരുന്നു നിക്കോദിമോസ്. ഒടുവിൽ നോക്ക്, യേശു തമ്പുരാന്റെ ശരീരം സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്ന അരിമത്തേക്കാരൻ യോസേപ്പിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ് നിക്കോദിമോസ്. രണ്ടുപേരും ചേർന്നാണ് കുരിശിൽ യേശുവിനെ ഇറക്കുന്നത്. യേശുവിന് അവൻ്റെ ശരീരത്തിൽ പൂശുവാനുള്ള, ഇട്ട് നിറയ്ക്കാനുള്ള, അല്ലെങ്കിൽ യേശുമ്പരാൻ്റെ കല്ലറയിൽ പൂർണ്ണമായിട്ട് മൂടത്തക്ക രീതിയിൽ ഉപയോഗിക്കാവുന്ന മൂരും കുന്തിരിക്കും, ഇല്ലേ, എല്ലാ സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധക്കൂട്ടുകളും, ഇല്ലേ, തൈലങ്ങളും ഒക്കെ ആര് കൊണ്ടുവന്നിരുന്നു? നിക്കോദിമോസ് കൊണ്ടുവന്നു. അതിന് കാരണം എന്താണ്? ഒരിക്കൽ രാത്രിയിൽ ഇരുട്ടത്ത് നിന്ന് പ്രകാശത്തിൻ്റെ അടുക്കിലേക്ക് വന്ന നിക്കോദിമോസിന് മനസ്സിലായി, ഇവനാണ് യഥാർത്ഥ പ്രകാശം. കർത്താവായ യേശുക്രിസ്തുവാണ് യഥാർത്ഥ പ്രകാശം. എന്നാൽ ഇസ്കര്യാത്തെ യൂദയ്ക്ക് അതിന് സാധിച്ചില്ല. ഇസ്കര്യാത്തെ യൂദ ഇരുട്ടിലേക്ക് ഓടിപ്പോയി, ഇരുട്ടിൻ്റെ മക്കളോട് ചേർന്നു, പ്രകാശത്തിൽ നിന്ന് അവൻ മാറിപ്പോയി. എന്നിട്ട് സംഭവിക്കുന്ന കാര്യം നോക്ക്. ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വായിക്കുന്ന, നമ്മൾ വായിച്ച് കടന്നു പോകുന്ന ഒരു സ്ഥലത്തും ഇസ്കര്യാത്തെ യൂദ പിന്നെ ഇല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? 13-ാം അധ്യായത്തിൽ യേശു ആചരിക്കുന്നത് അന്ത്യ അത്താഴമാണ്, അല്ലെങ്കിൽ അവസാനത്തെ പെസഹയാണ്. ആ പെസഹ ദിവസമാണ് യേശു തമ്പുരാൻ ഇസ്കര്യാത്തെ യൂദയ്ക്ക് അപ്പം കൊടുത്തിട്ട് അവൻ അപ്പം സ്വീകരിച്ചിട്ട് പുറത്തേക്ക്, അല്ലെങ്കിൽ ഇരുട്ടത്തേക്ക് പോകും. പിന്നെ നോക്ക്, പിന്നീടുള്ള അധ്യായങ്ങളിലൊന്നും ആരില്ല, ഇസ്കര്യാത്തെ യൂദ ഇല്ല. നമുക്ക് 17-ാം അധ്യായം വരുമ്പോൾ യേശുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ല? എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. അതിലാരില്ല? ഇസ്കര്യാത്തെ യൂദയില്ല. പിന്നെയോ, പിതാവേ, ഇവിടെ വചനം കേട്ട് നിന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെയും ആരില്ല? ഇസ്കര്യാത്തെ യൂദയില്ല. എന്ന് പറഞ്ഞാൽ ഇസ്കര്യാത്തെ യൂദയ്ക്ക് നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരു വചനം പോലും പങ്കുവെക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്, അല്ലേ? ജനത്തോട് ഒരു നല്ല സന്ദേശം നൽകാൻ പോലും അവന് കഴിയാതെ പോയി. ഇതൊരു സത്യമായ കാര്യമാണ്. എന്തേ കാരണം? ഗുരുവിനെ ഒറ്റിക്കൊടുത്തു.
പത്രോസ്ലീഹയെ കുറിച്ച് നമ്മൾ കണ്ടു. പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞത് കൊണ്ടല്ല യേശു തമ്പുരാൻ പിടിക്കപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതും. പക്ഷേ യേശു തമ്പുരാൻ ക്രൂശിക്കപ്പെടുന്നത് ഇസ്കറിയാത്ത യൂദ ഒറ്റിക്കൊടുത്തുകൊണ്ടാണ്, അല്ലേ? ഒറ്റിക്കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇസ്കറിയാത്ത യൂദയ്ക്ക് യേശുവിൻ്റെ അടുക്കൽ വരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അവൻ കെട്ടി ഞാണ്ട് ചത്തത്. ഞാനൊരു കാര്യം കൂടി പറയാം, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഞാൻ പറയുന്നൊരു കാര്യം കൂടി പറയാം. യേശുക്രിസ്തു ശരിക്കും കുർബാന അർപ്പിച്ചത് എവിടെയാ? കുരിശില അല്ലേ? കുരിശിലാണ് യേശുപുരാൻ തൻ്റെ ശരീരവും രക്തവും ലോകത്തിന് വേണ്ടി പകർന്നു കൊടുത്തത്. തൻ്റെ ശരീരം മുറിക്കപ്പെട്ടത് ക്രൂശിലാണ്. തൻ്റെ രക്തം, അവസാനത്തുള്ള രക്തം വരെയും, ജീവന്റെ തുടിപ്പായ രക്തം വരെയും, ലോകത്തിന് ജീവൻ നൽകുന്ന യേശുവിൻ്റെ വിലതീരാത്ത രക്തം പോലും, അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത രക്തം പോലും ചിന്തപ്പെടുന്നത് കുരിശില. അപ്പൊ യേശു തമ്പുരാന്റെ കുർബാന, യേശുപുരാൻ കുർബാന അർപ്പിച്ചത് ഈ കുരിശിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ, അതായത് നമ്മൾ ത്രോണോസിൽ നടുക്കൊരു കുരിശുണ്ട്. ശരിക്കും കുർബാന അർപ്പിക്കേണ്ട കുരിശില. പക്ഷെ കുരിശിങ്ങനെ കിടത്തി വെക്കാനോ അതിൽ കുർബാന കാസം പിലാസം വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുരിശിന് തൊട്ട് താഴെ തബലയിത്തപ്പുറ ക്രമീകരിച്ച് അവിടെ കാസം പിലാസം വെച്ച് കുർബാന അർപ്പിക്കും. യഥാർത്ഥ കുർബാന അർപ്പിക്കേണ്ടത് വിശുദ്ധ കുരിശിലാണ്. അതുകൊണ്ട് കുരിശിൻ്റെയും ഈ തബലയിത്തപ്പുറ ഇടയിൽ ഒന്നും വെക്കാൻ പാടില്ല. അതാണ് പരിശുദ്ധ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. കാരണമുണ്ട്, കുരിശിലാണ് കുർബാന അർപ്പിക്കുന്നത്. എന്നാൽ സാധ്യമല്ലാത്തത് കൊണ്ടാണ് തബലയിത്തപ്പുറ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ യേശു തമ്പുരാൻ കുർബാന അർപ്പിച്ചത് വിശുദ്ധ കുരിശിലാണ്. അതിന്റെ സൂചനയായിട്ടാണ് ഇവിടെ അന്ത്യത്താഴ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തത്. അത് ഇസ്കറിയാത്ത യൂദയ്ക്ക് സ്വീകരിക്കാൻ സാധിച്ചു. പക്ഷേ ക്രൂശിലെ കുർബാന സ്വീകരിക്കാൻ ഇസ്കറിയാത്ത യൂദയ്ക്ക് സാധിച്ചില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാർക്കൊക്കെ സാധിച്ചു. ഇതാണ് സത്യം. ഇസ്കറിയാത്ത യൂദയ്ക്ക് കുരിശിലെ കുർബാന സ്വീകരിക്കാൻ കഴിയാതെ പോയി. ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ കുരിശിലെ കുർബാന സ്വീകരിക്കുന്നവരായിരിക്കണം. അവനാണ് പ്രകാശം, അവനാണ് സത്യദൈവം. അവനല്ലാതൊരു സത്യദൈവം ഈ ലോകത്തിലില്ല. അവനിൽ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ആ കുർബാനയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കുരിശിലെ കുർബാനയാണ്. ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുരിശിലെ കുർബാനയാണ്, ഇല്ലേ? യേശുപുരാൻ പറഞ്ഞു, ഞാൻ വരുന്നത് വരെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ. ഇതാണ് ഓർമ്മയെന്ന് പറയുന്നത്. ഏതാണ് യഥാർത്ഥത്തിൽ ഓർമ്മയെന്ന് പറയുന്നത്? യേശുപുരാന്റെ കുരിശിന്മേലുള്ള കുർബാന അർപ്പണമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഇസ്കറിയാത്ത യൂദയ്ക്ക് അത് കഴിക്കാൻ പറ്റാതെ പോയി. അതിനു മുമ്പ് അവൻ കെട്ടിഞ്ഞാണ് ചത്തോ ഇല്ലയോ നമുക്കറിയില്ല. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ചത്തില്ലെന്നും പറയുന്നുണ്ട്, ചത്തെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവന് കുരിശിലെ കുർബാന അനുഭവിക്കാൻ കഴിയാതെ പോയി. അപ്പൊ യേശുപുരാൻ ഈ ഇസ്കറിയാത്ത് പുറത്തേക്ക് പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ വീണ്ടും തിരിച്ചു വരാം. അവസാനം നമ്മൾ ആദ്യം വായിച്ച ആ ഭാഗത്തേക്ക് തിരിച്ചു വന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മൗത്തീകരിക്കപ്പെട്ടു. എപ്പോഴാണ് മൗത്തീകരിക്കപ്പെട്ടത്? ഇസ്കറിയാത്ത യൂദ യേശുവിനെ വിട്ടുപോയപ്പോൾ യേശു തമ്പുരാൻ മൗത്തീകരിക്കപ്പെട്ടു. ഒരു കാര്യം കൂടി പറയാം. അതായത് ദുഷ്ടമനസ്സോടുകൂടെ, ദുഷ്ടവിചാരത്തോടുകൂടെ, സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോടുകൂടെ ഒരു വ്യക്തി ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ദൈവമഹത്വം ഉണ്ടാവില്ല. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയില്ല. ദൈവത്തിന്റെ നാമം അപമാനിക്കപ്പെടും. അതാണ് പറഞ്ഞു വെക്കുന്നത്. ഇസ്കറിയാത്ത യൂദ പോയ നിമിഷം പറയാണ്, ഇപ്പോൾ ഞാൻ മഹിമയുള്ളവനായി തീർന്നിരിക്കുന്നു. ഇതുവരെയും യേശുക്രിസ്തുവിനെ മഹിമപ്പെടാൻ സാധിച്ചില്ല. ദുഷ്ടചിന്തയോടുകൂടെ ഒരു മനുഷ്യൻ യേശുവിനോട് കൂടെ അവസാനം ഇല്ലേ അപ്പം മുക്കിക്കൊടുത്തിട്ട് യേശു തമ്പുരാനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവസാനം യേശുപുരാൻ മാറിപ്പോയപ്പോ, അവൻ പ്രകാശത്തെ ഉപേക്ഷിച്ച് ഇരുട്ടിലേക്ക് ഓടിപ്പോയപ്പോ, ബാക്കിയുള്ളവരൊക്കെ പ്രകാശമുള്ളവരാ.
യേശുമ്പുരാനും 11 അപ്പസ്തോലന്മാരും പ്രകാശമുള്ളവരാ. അതുകൊണ്ട് യേശുമ്പുരാൻ പറയാണ്, ഞാനിപ്പോൾ മഹത്വപ്പെട്ടിരിക്കുന്നു, എൻ്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തും, കാരണം ഇനി മുതൽ ഞാൻ സ്വതന്ത്രനാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ദുഷ്ടശക്തിയില്ല. പിന്നീട് നമ്മൾ പറയും, ഒരു പക്ഷേ പത്രോസിനെ പിന്നീടല്ല തള്ളിപ്പറഞ്ഞത്, ശരിയാണ്. പക്ഷേ തള്ളിപ്പറഞ്ഞ പത്രോസും ആ ഒരു നിമിഷമുള്ളൂ. എത്ര സമയം കാണുമായിരിക്കും? കൂടി വന്ന 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ സമയമാണ് യേശുമ്പുരാനെ നിന്ന് മാറിപ്പോയിട്ടുള്ളൂ. പിന്നീട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ, വേദനയോടെ കരഞ്ഞു കഴിഞ്ഞപ്പോഴെല്ലാം തീർന്നു. ഇതാണ് മാനസാന്തരത്തിൻ്റെ കണ്ണീരെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വെക്കത്രയേ ഉള്ളൂ, നമുക്ക് യേശുമ്പുരാൻ്റെ ഈ ക്രൂശിലെ കുർബാന നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഇതാണ് ക്രൂശിലെ കുർബാനയാണ് കുർബാന എന്ന് പറയുന്നത്. അന്ത്യാഴ്ത്താഴത്ത് കുർബാന യേശുതമ്പുരാൻ എന്താ പറയുക, സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാപിച്ച കുർബാന യേശു പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുരിശിലാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. സ്ഥാപിച്ച കുർബാന പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുരിശിലാണ്. എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഇത് പറഞ്ഞു വെച്ചുള്ളൂ. നമുക്ക് ഇസ്കരിയാത്തയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഇസ്കരിയാത്തയ്ക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സാധിച്ചില്ല. അവൻ്റെ സ്ഥാനം ഇല്ലേ, അപ്പോസ്തലന്മാരുടെ കാലം വന്നു കഴിയുമ്പോൾ മത്യാസിന് ലഭിക്കപ്പെടുകയാണ്. നമുക്ക് 12 ഗോത്രങ്ങളിൽ നിന്ന് 12 സിംഹാസനങ്ങളിൽ നിന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കേണ്ട അപ്പോസ്തലന്മാരിൽ പെട്ടവൻ പുറത്തേക്ക് പോകുന്നു. എല്ലാത്തിനും പുറത്തേക്ക് പോവാണ്, എല്ലാത്തിനും അല്ലേ. ചിന്തിച്ചൊക്കെ എല്ലാ സാഹചര്യം പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക്, പ്രകാശമില്ലാത്ത സ്ഥലത്തേക്ക്. നമ്മളങ്ങനെ ആകരുത്. നമ്മളൊക്കെ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്, അല്ലേ? ആണോ? നമ്മളൊക്കെ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും, ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശുവിനെ വഞ്ചിക്കരുത്, യേശുവിനെ ഒറ്റിക്കൊടുക്കരുത്. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയരുത്. എന്ത് പ്രതിസന്ധി വന്നോട്ടെ, എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, യേശുവിനെ തള്ളിപ്പറയരുത്, യേശുവിനെ ഒറ്റക്കൊടുക്കരുത്. ഇസ്കരിയ യൂദായ്ക്ക് പറ്റിയതുപോലെ തന്നെ സംഭവിക്കും. തൂങ്ങിച്ചാവാനൊന്നും സാധ്യതയില്ല നമ്മൾ. പക്ഷേ പിന്നെയുണ്ടല്ലോ, എല്ലാത്തിൽ നിന്നും പുറത്തു പോയില്ലേ, അല്ലേ? ഇസ്കരിയാത്ത് എല്ലാത്തിൽ നിന്നും പുറത്തു പോയി. അപ്പോസ്തല ഗണത്തിൽ നിന്ന് പുറത്തു പോയി. ഗോത്രത്തെ ന്യായവിധിക്കാനിരിക്കുന്ന സിംഹാസനം നഷ്ടപ്പെട്ടു പോയി, ഓക്കെ ഇല്ലേ? അവന് വേണ്ടി ദൈവം ഒരിക്കലും സിംഹാസനം അതുപോലെ നഷ്ടപ്പെട്ടു പോയി. എന്തൊരു ഭോഷനായ മനുഷ്യനല്ലേ. എന്തുതന്നെയാലും അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനും സർവശക്തനുമായ കർത്താവേ, നിന്റെ തിരുകരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അരുമനാഥനായ യേശുവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കായിട്ട് ചൊരിഞ്ഞു തരണമേ. അവിടുന്ന് മഹത്വപ്പെടുവാൻ തക്കവിധത്തിൽ യൂദാസ്കറിയയുടെ മാറ്റം സാധ്യമായെങ്കിൽ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ ദുഷ്ടതകളും, എല്ലാ വഞ്ചനയും, എല്ലാ സ്വാർത്ഥതയും, എല്ലാ പാപങ്ങളും കർത്താവെ നീങ്ങിപ്പോകുവാൻ, അതിലൂടെ ദൈവമേ അവിടുത്തെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുവാൻ ഇടയാകണമേ. അങ്ങയുടെ നാമം മൂലം പിതാവ് മഹിമപ്പെടുന്നു എന്ന് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്ന പോലെ ദൈവമേ, ഞങ്ങൾ മൂലവും പിതാവാം ദൈവം മഹിമപ്പെടുവാൻ ഇടയാകണമേ. കർത്താവെ, നിന്നോട് ചേർന്ന് നിന്ന അപ്പോസ്തലന്മാരിൽ ഒരുവൻ ദുഷ്ടമനസ്സോടുകൂടെ അങ്ങേ വഞ്ചിച്ചപ്പോൾ, ഒറ്റിക്കൊടുത്തപ്പോൾ ദൈവമേ അങ്ങേക്ക് മഹത്വീകരിക്കപ്പെടാൻ കഴിയാതെ പോയി എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും എപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ, നിന്നെ ഒറ്റിക്കൊടുക്കുവാനോ നിന്നെ വഞ്ചിക്കുവാനോ നിനക്കെതിരായി ഒരു വാക്കുപോലും പറയുവാൻ ഇടവരാതെ, എന്നാലോ ദൈവമേ അങ്ങേ സാക്ഷ്യപ്പെടുത്തി, അങ്ങേ മഹത്വപ്പെടുത്തി, അങ്ങിലൂടെ ഞങ്ങൾ മഹിമപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഒരിക്കലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സ്ഥലവിശുദ്ധന്മാരുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.